ഹലോ, ഇന്ന് നമുക്കൊരു അവിയൽ വെച്ചാലോ? ഞാൻ ചേട്ടൻ രാവിലെ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ആ വെള്ളരിക്കയാണെങ്കിൽ ഇന്നലെ ഞാൻ പറിച്ച വെള്ളരിക്കയാണ്. അപ്പോൾ ആ വെള്ളരിക്ക ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു അവിയൽ വെച്ചേക്കാമെന്ന്. അങ്ങനെയാണ് ബാക്കി സാധനങ്ങളോടെ മേടിച്ചു. അങ്ങനെ അവിയലിന് വേണ്ടിയിട്ട് എടുക്കുക. ഞാൻ ചക്കക്കുരു ഇങ്ങനെയാണ് എടുക്കുന്നത്. പണ്ട് വീട്ടിൽ മുതലേ ഇങ്ങനെയാണ്. കാരണം പൊളിച്ചോണ്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ചതച്ചെളുപ്പം അങ്ങോട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കരിന്തോലി അങ്ങ് കളഞ്ഞിട്ടാൽ മതി. ആ ചുമന്ന തൊലി ചിരണ്ടി കളയത്തില്ല. എന്നിട്ട് പിന്നെ അവിയലിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ ബാക്കി അങ്ങോട്ട് പടപട അങ്ങോട്ട് അരിഞ്ഞു. രാവിലെ മുതൽ മഴയായതുകൊണ്ട് ഭയങ്കര അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പുളിയും കൂടെ ഞാൻ കൊണ്ടുവന്ന് ചേരുണ്ടാക്കി അതിനകത്തേക്ക് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അത് പുകയ്ക്കാനും പോകണം. അങ്ങനെ പുളിയുടെ പുറകെ നടന്ന് എൻ്റെ സമയം മൊത്തം പോവുകയും ചെയ്തു. കുറേ പുളിയുണ്ടായിരുന്നു. പൊട്ടിച്ചിട്ടില്ല, പൊട്ടിച്ചത് ഇപ്പുറത്ത് വെച്ചിരിക്കുമായിരുന്നു. അതെല്ലാം കൂടെ കൊണ്ടുവന്ന് പിന്നെ ചേരയിലൊക്കെ കൊണ്ടിട്ട് എന്തായാലും അരി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ചു. അപ്പോൾ പിന്നെ അതും ആവട്ടെന്നും പറഞ്ഞുകൊണ്ട് പുളിയും കൂടെ കൊണ്ടിട്ട് അതിന് പുകയ്ക്കുകയും കൂടെ ചെയ്ത് അങ്ങനെ രാവിലെ കുറേ ജോലിയായിരുന്നു. എനിക്ക് ചേന എടുത്താൽ ഭയങ്കരമായിട്ട് കൈ ചൊറിയുക. ഞാൻ സാധാരണ ചേനയൊന്നും അവിയലിനകത്ത് ഇടാത്തതാണ്. ഇന്നലെ ചേന കൊണ്ടുവന്നു. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് ഗ്ലൗസ് ഇട്ടിട്ട് ചേന അരിയാമെന്ന് വിചാരിച്ചു. അതാവുമ്പം കൈ ചൊറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും ചൊറിയുന്ന പോലെയല്ല, ഞാൻ ഒരു മാസം ചൊറിഞ്ഞുകൊണ്ട് നടക്കും ഈ ചേനയൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അത്രയും എനിക്ക് അലർജിയായി ചേന എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചേന അരിയുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പണി കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട്. സാധാരണ ഞാൻ മൺചട്ടിയിലാണ് അവിയലൊക്കെ വെക്കുന്നത്. പക്ഷേ എൻ്റെ അവിയൽ വെക്കുന്ന ചട്ടി ഒരു ദിവസം ഞാൻ കഴുകി വെച്ചപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൊടുകുന്ന് താഴെ വീണങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാൻ അലൂമിനിയം ചരുവം എടുത്തു. അതാവുമ്പം കരി പിടിച്ചാലും പെട്ടെന്ന് തേച്ച് കഴുകാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അലൂമിനിയം ചരുവം എടുത്തിട്ട് അതിനകത്താണ് വെക്കുന്നത്. അതിനകത്ത് എല്ലാം കഷ്ണങ്ങളെല്ലാം ഇട്ട് അത് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ഉപ്പിടത്തില്ല, ചേന വേവേണ്ടതുകൊണ്ടേ ഉപ്പിടത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ വേവാത്ത നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ചേനയില്ലേ, ചിലപ്പോൾ വെന്തില്ലെങ്കിലും പിന്നെ ഒന്ന് തിളച്ച് ചേന വെന്ത് കഴിയുമ്പോഴേ നമ്മൾ പിന്നെ ഉപ്പിടത്തുള്ളൂ. വെന്ത് കഴിയുമ്പോൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണ് മുരിങ്ങയ്ക്ക ഇടുന്നത്. മുരിങ്ങയ്ക്ക ഒന്ന് വെന്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഇത് നേരത്തെ മാങ്ങ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു വർഷത്തേക്കുള്ള മാങ്ങയൊക്കെ അരിഞ്ഞങ്ങ് ഫ്രീസറിൽ വെച്ചേക്കും. അതാവുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാങ്ങ എടുക്കാമല്ലോ. കടയിൽ നിന്ന് ഞാൻ അങ്ങനെ മാങ്ങയൊന്നും അധികം മേടിക്കത്തില്ല. ഇത് ഇങ്ങനെ ഫ്രീസറിൽ തന്നെ കാണും. പിന്നെ തേങ്ങയും പൊതിച്ച് തിരുമ്മി എടുത്തു. രഞ്ജേട്ടൻ ഇന്ന് ഇല്ലായിരുന്നു. അത് കാരണം തേങ്ങ എനിക്ക് തിരുമ്മി തരാൻ ആളില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ തേങ്ങയും ഞാൻ തന്നെ തിരുമ്മി. പിന്നെ അയ്യോൽ നിറച്ച് പോച്ചയായിരുന്നു. 2 ദിവസം മുമ്പ് ഒരാളിനെ നിർത്തി. അപ്പോഴാണ് മഴ വന്നത്. അപ്പം മൊത്തം ക്ലീൻ ആക്കിയില്ല, കുറച്ച് ക്ലീൻ ആക്കി. അപ്പോൾ ഞാൻ ഇച്ചിരി കരിയാപ്പില അവിടുന്ന് പറിച്ചുകൊണ്ട് കരിയാപ്പിലയൊക്കെ വീട്ടിലെ തന്നെ എടുക്കുന്നതല്ലേ, കടയിൽ നിന്ന് മേടിക്കുന്ന കരിയാപ്പിലയെക്കാട്ടി നല്ലത്. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നെന്നാൽ അവിയലിനകത്ത് ഇടാമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോഴാണ് ഓരോരുത്തർ ഇന്നലെ ഇവർ സിനിമയൊക്കെ കാണാൻ പോയി, കറങ്ങാനും ഒക്കെ പോയിട്ട് രാവിലെ ഓരോന്ന് എണ്ണീച്ച് വന്നതേ ഉള്ളൂ. ഇപ്പം 12 മണിയായി. അപ്പോഴാണ് ഓരോന്ന് എണ്ണീച്ച് വരുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ നടക്കുന്നതാണ് കോലം. ഞാനിപ്പോൾ അവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇന്നലത്തെ കഥകളൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവോ ഒരുത്തി. അതിൻ്റെ ഇടയ്ക്ക് പുതിയ ഡ്രസ്സ് ഇട്ടിരിക്കും. 3 പേരും ഒരേപോലത്തെ ഡ്രസ്സ് മേടിച്ചു. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചും പിന്നെ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളും ഇവർ രാത്രി ജ്യൂസ് കുടിക്കാൻ പോയ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു അവിടെ. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2-3 കൊച്ചുള്ളി, ഇച്ചിരി ജീരകം, പിന്നെ വേണ്ടത് പച്ചമുളകാണ്. തേങ്ങ ഇടണം. തേങ്ങ ഇട്ടിട്ട് പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ എടുക്കണം. പച്ചമുളകും ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം അങ്ങനെ തേങ്ങ ഇട്ടു, പച്ചമുളക് ഇട്ടു. എന്നിട്ട് ഞാൻ അരച്ച് മിക്സിക്കകത്താണ് അരയ്ക്കുന്നത്. കല്ലിൽ അരയ്ക്കാമെന്ന് വിചാരിക്കും എപ്പോഴും. എനിക്ക് വയ്യ, മെനക്കേടായതുകൊണ്ട് ഇപ്പം ഞാൻ മറ്റേ ഞാൻ എപ്പോഴും കല്ലിലായിരുന്നു അരച്ചെടുത്തോണ്ടിരുന്നത്. അപ്പം അങ്ങനെ അരപ്പെല്ലാം ഇട്ട് ഒരു ആവി വന്നതിന് ശേഷം ഒന്ന് ഇളക്കി വെച്ച് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്
ഒരു 2 കതുപ്പ് കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് ഇങ്ങ് ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് അങ്ങ് അടച്ച് വെച്ചേക്കണം. അപ്പോഴത്തേക്കും നല്ല അവിയൽ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.